ഹലോ, വെൽക്കം ബാക്ക്. നമ്മളിന്ന് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ നമ്മൾ എല്ലാവരും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ജോലി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് അല്ലെങ്കിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളുടെ വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ വിട്ടിട്ട് ഇവിടെ UAE വരുന്നത്. അതിൽ തന്നെ അതിനുശേഷം നമുക്ക് ജോലി കണ്ടെത്തുന്നത് അത്രയും എന്താ പറയുക ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സമയമാണ്. ഒരു ജോലിയിൽ നമുക്ക് ഓക്കെ ആയിട്ടുള്ള നമ്മൾ ഓക്കെ ആയിരിക്കുന്ന ഒരു ജോബ് നമ്മൾ ഓക്കെ ആയിരിക്കുന്ന ഒരു ജോബ് കണ്ടെത്തുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എങ്ങനെ ജോലി കണ്ടെത്തണം, അല്ലെങ്കിൽ ജോലി ഏത് വിധത്തിൽ നമ്മൾ തിരയണം, ജോലി എങ്ങനെ സെർച്ച് ചെയ്യണം എന്നുള്ളത്, ജോബ് സെർച്ച് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് വന്നവരല്ല എങ്കിൽ കൂടെ പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടിയിട്ട് ആണ് ഇതിൽ നമ്മൾ ഒന്ന് രണ്ട് ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് പരിചയപ്പെടുത്തുന്നുണ്ട്. പലർക്കും ഇവിടെ UAE അകത്തുള്ളവർക്ക് പലർക്കും അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ജോലി ഇതുപോലെ കണ്ടെത്താൻ ശ്രമിച്ചവർക്ക് അറിയാവുന്നതാണ്. ഓൺലൈനായിട്ടും മറ്റും ജോലി കണ്ടെത്താൻ ശ്രമിച്ചവർക്ക് പലർക്കും അറിയാം ഏതൊക്കെയാണ് UAE ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ജോബ് സെർച്ച് പ്ലാറ്റ്ഫോമുകൾ എന്നുള്ളത്. അതിൽ തന്നെ ഒന്ന് രണ്ടെണ്ണം നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കേസുകളാണ്, അറിയാവുന്ന പ്ലാറ്റ്ഫോംസ് തന്നെയാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിലേറ്റവും പ്രധാനപ്പെട്ട മൂന്നെണ്ണത്തിൽ ഞാൻ ഇപ്പോൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ലിങ്ക്ഡിൻ, അതുപോലെ ഇൻഡീഡ് എന്ന് പറയുന്നത്, പിന്നെ നൗക്കരി ഗൾഫ് എന്ന് പറയും. ഇത് മൂന്നും നമുക്ക് അത്യാവശ്യം നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസുകളാണ്. ഓക്കെ, അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ഈ ലിങ്ക്ഡിന് ഇപ്പോഴും പലരുടെയും ഒരു ധാരണ എന്ന് പറയുന്നത് നമ്മളുടെ ഫേസ്ബുക്ക് പോലെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പോലെ കൊണ്ട് നടക്കാവുന്ന എല്ലാ കാര്യങ്ങളും, നമ്മളുടെ ഡെയിലി കാര്യങ്ങളെല്ലാം അതിൽ പോസ്റ്റ് ചെയ്യാവുന്ന തരത്തിൽ അല്ലെങ്കിൽ അത് പബ്ലിക്കിനെ അറിയിക്കാവുന്ന രൂപത്തിൽ ഒരു പ്ലാറ്റ്ഫോമാണ് എന്നുള്ളൊരു ധാരണ ഉണ്ട് ഇപ്പോൾ പലർക്കും. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലിങ്ക്ഡിനിൽ നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അതുവഴി ജോലി കണ്ടെത്തുക എന്ന് പറയുന്നത്, അതുവഴി ജോലി മാത്രമല്ല, പലർക്കും ഇപ്പോൾ ജോലിയിലിരിക്കുന്നവർക്ക് ഇപ്പോൾ അവരുടെ കസ്റ്റമർ ലീഡ് കണ്ടെത്താൻ അല്ലെങ്കിൽ ക്ലയൻസിനെ കണ്ടെത്താൻ, ക്ലയൻസുമായിട്ട് സംസാരിക്കാൻ, ക്ലയൻസിൻ്റെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ, ഇതിനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മെയിൻലി കമ്പനികളുടെ പ്രൊഫൈൽസാണ് ഉണ്ടാവുക. കമ്പനി പ്രൊഫൈൽസും കമ്പനി പ്രൊഫഷണൽസിൻ്റെ അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽസിൻ്റെ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, മീൻസ് അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ സ്കിൽസ്, അവരുടെ അച്ചീവ്മെൻറ്റ്സ്, കാര്യങ്ങളെല്ലാം ഷോക്കേസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ലിങ്ക്ഡിൻ നിലകൊള്ളുന്നത്. അതിൽ തന്നെ അത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ വേണ്ടുന്നൊരു കാര്യം, നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മളുടെ സ്കിൽസ് നമുക്ക് അറിയാവുന്ന, അതായത് ഞാനാണ് എന്നുള്ള, അപ്പോൾ ഞാനാണെങ്കിൽ എനിക്കറിയാവുന്ന എൻ്റെ സ്കിൽസ് കാര്യങ്ങൾ മാക്സിമം അവിടെ എന്ത് ചെയ്യുക, ഷോക്കേസ് ചെയ്യുക. മീൻസ് നമുക്ക് എന്തെല്ലാം അറിയാം എന്നുള്ളത് ഒരു ഷോർട്ട് ആക്കിയിട്ട് നമ്മളുടെ ഒരു CV പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്യുക, ഒരു ഇൻ എ സ്പെസിഫിക് മാനർ നമ്മൾ എന്ത് ചെയ്യണം, അത് കീപ്പ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എല്ലായ്പ്പോഴും നമ്മളുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമ്മളൊരു പുതിയ കമ്പനിയിൽ മാറുക, അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു സ്കിൽ ലേൺ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ ലിങ്ക്ഡിനിൻ്റെ സൗകര്യം എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും പുതിയ സർട്ടിഫിക്കറ്റ്സ് ഏൺ ചെയ്യാനും, അതുപോലെ അച്ചീവ്മെൻറ്റ്സ് നേടാനും, അല്ലെങ്കിൽ പുതിയ സ്കിൽ സെറ്റ്സ് നമുക്ക് പഠിച്ചെടുക്കാനും ഒക്കെ അത് പെയ്ഡായിട്ടും പെയ്ഡ് അല്ലാതെ വരുന്നതും ഉണ്ട്. ഓക്കെ, അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അത് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതിൽ തന്നെ പല പ്ലാറ്റ്ഫോമുകളിലും നമുക്ക് കിട്ടുന്ന സ്കിൽസ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്ത് ലിങ്ക്ഡിനിൽ നമുക്ക് ഷോക്കേസ് ചെയ്യാവുന്നതാണ്. അത് നമ്മളുമായിട്ട് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇതെല്ലാം കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ലിങ്ക്ഡിനിൽ എപ്പോഴും എന്ത് ചെയ്യാം, നല്ലൊരു പ്രൊഫൈൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അതിൽ പ്രൊഫൈൽ പിക്ചറ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രൊഫഷണൽ ലുക്കിലുള്ള, അതായത് ക്ലാസ് ലുക്കിലുള്ള രൂപത്തിലുള്ള പ്രൊഫൈൽ പിക്ചറും കാര്യങ്ങളും, നമ്മളുടെ അഡ്രസ് ഡീറ്റെയിൽസും, ഹെഡ്ലൈന് കാര്യങ്ങൾ എല്ലാം തന്നെ ആ ഒരു രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ രണ്ടാമത് ഉള്ള ഒന്നാണ് ഇൻഡീഡ് എന്ന് പറയുന്നത്. ഇൻഡീഡിലും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്ക് നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും അതിൽ ലിമിറ്റഡ് ആയിട്ട്, ലിങ്ക്ഡിൻ പോലെ തന്നെ അത്രയ്ക്ക് അങ്ങോട്ടില്ല,
ലിങ്ക്ഡിനിൽ നമുക്ക് പലപ്പോഴും നമ്മളുടെ അതർ ലിങ്ക്സ് അല്ലെങ്കിൽ ഡ്രൈവ് ലിങ്ക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ലിങ്കായിട്ട് കൊടുക്കാനുള്ള സൗകര്യം നൽകുന്നുണ്ട്. പക്ഷേ ഇൻഡീഡിൽ അത്തരം സൗകര്യങ്ങളില്ല. പകരം നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും അവിടെ നമുക്ക് എൻട്രി ചെയ്യാൻ കഴിയും, അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതിലും ഈ പറഞ്ഞതുപോലെ തന്നെ UAE ഏറ്റവും കൂടുതൽ മീൻസ് ഒരു പക്ഷേ ലിങ്ക്ഡിനിൽ നിങ്ങൾക്ക് ജോലി തിരഞ്ഞു പിടിച്ച് കണ്ടെത്താൻ ഒരു പക്ഷേ ചിലപ്പോൾ റിസ്ക് ഉണ്ടായിരിക്കും. മീൻസ് അറിയുന്നവർക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞു തരുന്നത് അതുപോലെ ഫോളോ ചെയ്യുന്നവർക്ക് പ്രശ്നമല്ല, കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. മീൻസ് നല്ല നല്ല ജോബ് പോസ്റ്റിങ് അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങളിലോട്ട് റീച്ച് ആവുന്നതിന് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷേ ഈ ഇൻഡീഡിൽ ആ ഒരു വിഷയത്തിൽ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ്. അതായത് അതിൻ്റെ ഇൻ്റർഫേസ് കുറച്ചുകൂടെ കൺവീനിയൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് നമ്മളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് വേണ്ടുന്ന ജോബ്സ് അല്ലെങ്കിൽ നമുക്ക് പ്രിഫർ ചെയ്യുന്ന ജോബ്സ് എന്തൊക്കെയാണ് എന്നതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ലൊക്കേഷന് കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, അത് ലിസ്റ്റ് ഔട്ട് ചെയ്യും ഏതൊക്കെയാണ് ജോബുകളെന്ന്. അതിനുശേഷം നമ്മളിതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പകരം നമ്മളുടെ ഇമെയിൽ ID ക്ക് പകരം അവിടെ സെപ്പറേറ്റ് ആയിട്ടൊരു ലിങ്ക് ജനറേറ്റ് ആയിട്ട് അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ എംപ്ലോയർക്ക് നമ്മളുടെ ആപ്ലിക്കേഷൻ പോകുന്നത്. അതിൽ തന്നെ നമ്മൾ നല്ലൊരു റെസ്യൂമെ എപ്പോഴും അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അതായത് ലിങ്ക്ഡിൻ്റെ റെസ്യൂമെ അല്ലാതെ തന്നെ ഒരു റെസ്യൂമെയും ഒരു കവർ ലെറ്ററും എപ്പോഴും അതിൻ്റെ കൂടെ ഓരോ ആപ്ലിക്കേഷൻ്റെ കൂടെയും നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഏത് സ്പെസിഫിക് ആയിട്ടുള്ള പൊസിഷനാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു CV സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു കവർ ലെറ്റർ സെലക്ട് ചെയ്ത് മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഇൻഡീഡിൽ നമുക്ക് സാലറി പാക്കേജ്, നിങ്ങളെ എക്സ്പെക്റ്റഡ് സാലറി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്യാനുള്ള ഒരു ഫിൽറ്ററിങ് ഓപ്ഷൻ കൂടെ ഒരു എനേബിൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഒന്നാണ് നമ്മൾ ഈ നൗക്കരി എന്ന് പറയുന്നത്, നൗക്കരി ഗൾഫ് എന്ന് പറയുന്നത്. നമ്മളെ നാട്ടിലേക്കുള്ള നൗക്കരി.com എന്നുള്ളതിൻ്റെ തന്നെ മറ്റൊരു ഫോമാറ്റാണ് നൗക്കരി. GCC കൺട്രീസിന് വേണ്ടിയിട്ട് നൗക്കരി എന്ന് പറയുന്ന നൗക്കരി ഗൾഫ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്തും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഒത്തിരി കമ്പനീസ് ഉണ്ടാവും. പക്ഷേ ആ ഭാഗത്തേക്ക് വരുമ്പോൾ ഫേക്ക് അല്ലെങ്കിൽ അത് ഈ ഇൻഡീഡിൻ്റെ കേസിലും അതുപോലെ തന്നെയാണ് പലരും, അതായത് നമുക്ക് എത്രത്തോളം ഇത് ജെന്യൂനാണ് എന്ന് നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതിന് റെസ്പോൺസ് കാര്യങ്ങൾ വരുന്നത് നോക്കിയിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, റിയാക്ട് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്ലൈ കാര്യങ്ങൾ കൊടുക്കുന്നതും അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും UAE ഒരുപാട് ഫേക്ക് ജോബ് പോസ്റ്റിങ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. പലപ്പോഴും ജോലിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂവിന് വിളിക്കും. അതിനുശേഷം ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സെലക്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു ഇത്ര എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇന്ന പേയ്മെൻ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് റിട്ടേൺ കിട്ടും എന്നുള്ള രൂപത്തിലൊക്കെ പറയുന്ന പല ഏജൻസികളും അല്ലെങ്കിൽ പല തട്ടിപ്പ് കേസുകളും ഉണ്ട്. പിന്നെ ചിലരുണ്ട് നിങ്ങളുടെ ഫസ്റ്റ് സാലറി വന്നതിന് ശേഷം കൊടുക്കാം എന്നൊക്കെ പറയുന്നത്. അതൊക്കെ പലതും നമ്മളുടെ ഒരു യുക്തിക്കനുസരിച്ച് ചിന്തിച്ചിട്ട് ചെയ്യാം. അതിൽ തന്നെ ഈ പേയ്മെൻറ്റ് ചെയ്യുന്നത് ആദ്യം തന്നെ പേയ്മെൻറ്റ് മേടിച്ചിട്ട് ചെയ്യുന്നത് കാരണം തനി പറ്റിപ്പാണ്. അത് നിങ്ങൾക്ക് കാശ് പോകുന്ന രൂപത്തിലുള്ള ഏജൻസികളും മറ്റുമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ നൗക്കരി, ഇൻഡീഡ്, ലിങ്ക്ഡിൻ ഇത് മൂന്നിൻ്റെയും ഏകദേശം വകഭേദങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഒരു ജോബ് സെർച്ച് അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഇൻ്റർവ്യൂ കോൾ കിട്ടുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഇൻ്റർവ്യൂ കോൾ കിട്ടുന്നതാണ് ഒരു ജോലി തേടുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രധാനം. അതായത് നമുക്കിപ്പോൾ UAE നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒന്നുകിൽ റെക്കമെൻഡേഷൻ വഴി അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും അറിഞ്ഞിട്ടുള്ളോ അല്ലെങ്കിൽ വാക്കിൻ ഇൻ്റർവ്യൂസ് വഴി, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബന്ധങ്ങൾ വഴി കിട്ടുന്നത്. അത്തരം ജോബ് ആണ് പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ജോബ് പെട്ടെന്ന് റെഡി ആവാറുള്ളത്. അതിൽ തന്നെ ഈ ജോബ് സെർച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇൻഡീഡും അതുപോലെ തന്നെ ലിങ്ക്ഡിൻ അല്ലെങ്കിൽ നൗക്കരി ഈ മൂന്നും കൂടി നിങ്ങൾക്ക് കമ്പൈൻ ചെയ്തിട്ട് ഉപയോഗിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾസ് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ വെച്ച് മീൻസ് എന്താ പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലും മറ്റും യൂസ് ചെയ്യാനുള്ള ഈ കഴിവുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു CV മെയിൻറ്റെയിൻ ചെയ്യുക, അത് മസ്റ്റാണ്. ഓക്കെ, നല്ല ഒരു പ്രോപ്പറായിട്ടുള്ളൊരു CV, അതെങ്ങനെ CVയുടെ ഫോമാറ്റ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാവുന്നതാണ്, പ്രശ്നമില്ല. പിന്നെ നമ്മൾ CV മെയിൻറ്റെയിൻ ചെയ്ത് ഇതൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇൻഡീഡിലും ലിങ്ക്ഡിനിലും കാണുമ്പോൾ ഓരോ കമ്പനീസിൻ്റെയും
നെയിം അതിൻ്റെ ജോബ് പോസ്റ്റിൻ്റെ താഴെ കാണിക്കും. എന്താണ്, ഏത് കമ്പനിയാണ് അല്ലെങ്കിൽ എന്ത് പ്രൊഫഷണലിലോട്ടാണ് എന്നുള്ളൊരു കാര്യം അതിൽ കമ്പനിയുടെ താഴെ കാണിക്കും. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാവുന്നത്, ഇത് വെച്ചിട്ട് ഈ കമ്പനി ഡീറ്റെയിൽസ് നൗക്കരിന്ന് അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഈ കമ്പനിയുടെ പേരെടുത്തിട്ട് നിങ്ങൾ നേരെ ലിങ്ക്ഡിനിൽ പോയിട്ട് ലിങ്ക്ഡിൻ സെർച്ച് ബാറിൽ ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് ആദ്യം കമ്പനി എന്നുള്ള സെക്ഷൻ, അതായത് നമ്മളൊരു സെർച്ചിനിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കമ്പനി പീപ്പിൾ ജോബ്സ് എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്കൊരു ബാർ വരും. അതായത് അതിന്ന് സെലക്ട് ചെയ്യാൻ അതിൽ നിങ്ങളെപ്പോഴും കമ്പനി ഫസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒന്ന് അറിഞ്ഞു വെക്കുക. അതായത് ആ കമ്പനിക്ക് വെബ്സൈറ്റ് ഉണ്ടോ, ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ. ലിങ്ക്ഡിൻ പ്രൊഫൈൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് മറ്റൊക്കെ കിട്ടും. അപ്പോൾ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും അത് ജെന്യൂൻ ആണോ, എത്രത്തോളം ഇതായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാരെങ്കിലും അവിടെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് കാര്യങ്ങൾ അതിലുണ്ടാവും. അത് വെച്ചിട്ട് ഒന്ന് അന്വേഷിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പറ്റുന്ന ഒരു ജോബ് അതിൽ കണ്ടു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം ഇതേപോലെ തന്നെ ഈ കമ്പനിയുടെ പേരിട്ട് തന്നെ സെർച്ച് കൊടുത്തിട്ട് അതിൽ നിങ്ങൾ പീപ്പിൾ ഇട്ടിട്ട് സെലക്ട് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഓപ്ഷനാണ് പീപ്പിൾ എന്നുള്ള ഓപ്ഷൻ. അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ നിലവിൽ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള ആളുകൾ, അതായത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ പ്രൊഫൈൽ നമ്മൾ വർക്ക് ചെയ്ത കമ്പനികളെല്ലാം അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഈ കമ്പനിയിൽ മുമ്പ് വർക്ക് ചെയ്ത ആളുകൾ അവരുടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് അവർ മുമ്പ് വർക്ക് ചെയ്ത കമ്പനി അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി എന്നുള്ള രൂപത്തിൽ അവരുടെ കമ്പനി അവരുടെ പ്രൊഫൈൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. അത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടും ഈ കമ്പനിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ആളുകളെ കിട്ടും. അതിൽ തന്നെ ഒന്നുകിൽ നിങ്ങൾക്ക് HR അല്ലെങ്കിൽ HR റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ ഒരു HR ആണ് പൊതുവേ HR മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ടാലൻറ്റ് അക്വിസിഷൻ ടീം അല്ലെങ്കിൽ ടാലൻറ്റ് ഹെഡ് പോലുള്ള ടീംസാണ് എന്ത് ചെയ്യുക, ജോബ് പോസ്റ്റിംഗ് അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ മെയിൻ മുൻനിരയിൽ ഉണ്ടാവുക. അപ്പോൾ ഒന്നുകിൽ അത്തരം പ്രൊഫൈലുകൾ ഉള്ള ആളുകളുടെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ അവർക്കൊരു കണക്ഷൻ റിക്വസ്റ്റ് അയക്കുക. പലർക്കും നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇല്ലെങ്കിൽ അവരുടെ മെയിൽ ID അതിലുണ്ടോ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്നുകിൽ അവർക്ക് മെയിൽ അയച്ചിട്ട് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് എന്ത് ചെയ്യുക, പിന്നെ ഇത് ഡയറക്റ്റ് HR ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ ആരും കോൺടാക്റ്റ് നമ്പർ പോലുള്ള കാര്യങ്ങൾ കൊടുക്കില്ല. ഇമെയിൽ ID ആയിരിക്കും മിക്കതുണ്ടാവുക, കമ്പനി ഇമെയിൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് പലപ്പോഴും സ്പാം ആയിരിക്കും. മീൻസ് നമ്മൾ പോകുമ്പോൾ സ്പാം ഫോൾഡറിലോട്ട് പോകും. പക്ഷേ എങ്കിൽ കൂടെ നിങ്ങൾക്ക് ഇവരെ ഡയറക്റ്റ് മെസ്സേജ് ചെയ്തിട്ട് HR കോൺടാക്ട് നമ്പറോ അല്ലെങ്കിൽ മെസ്സേജോ മെയിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കളക്ട് ചെയ്യാം. അത് ഇവൻ ആ കമ്പനിയിലെ മറ്റൊരു സ്റ്റാഫാണെങ്കിൽ പോലും, മീൻസ് ഇവൻ ലൈക്ക് ഒരു കമ്പനിയിലെ HR ആണ്, അതിൽ നിങ്ങൾക്ക് HR ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല എന്നിരിക്കട്ടെ, എങ്കിൽ കൂടെ നിങ്ങൾക്ക് ആ കമ്പനിയിലെ ഒരു സെയിൽസ് സ്റ്റാഫ് അല്ലെങ്കിൽ ആ കമ്പനിയിലെ ഒരു മാർക്കറ്റിംഗ് സ്റ്റാഫ് എന്നിരിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോസ്റ്റിലിരിക്കുന്ന ഒരു സ്റ്റാഫ് ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് ആ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്ന് ഒരാളുടെ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ ആളോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവൻ അതൊരു മലയാളിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന ഭാഷാ കാര്യങ്ങൾ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആളോടൊന്ന് പരിചയപ്പെടുത്തി ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ HR ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. അത് വെച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. HR ഡയറക്റ്റ് ഒരു കോൺടാക്റ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് തോന്നും എന്ത്, ഇയാൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഈ ജോബിന് ട്രൈ ചെയ്യുന്നത്, അപ്പോൾ ആളുടെ പ്രൊഫൈൽ ഒന്ന് നോക്കി കളയാം അല്ലെങ്കിൽ ആളുടെ CV ഒന്ന് നോക്കി നോക്കാം എന്ന് ഉള്ളൊരു തോന്നൽ ആൾക്ക് വരും. അത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു നിങ്ങൾക്കൊരു കണക്ഷൻ റിക്വസ്റ്റോ റിപ്ലൈ കാര്യങ്ങൾ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൾക്ക് നിങ്ങളുടെ CV കാര്യങ്ങൾ അയച്ചു കൊടുത്താൽ തന്നെ ആളെന്ത് ചെയ്യും, ആ മെയിലിന് റെസ്പോണ്ട് ചെയ്യും. മീൻസ് ഒന്നുകിൽ നിങ്ങൾ എലിജിബിൾ ആണ് എന്നുള്ളത് അല്ലെങ്കിൽ എലിജിബിൾ അല്ല എന്നുള്ളത്, എങ്കിൽ കൂടെ നിങ്ങൾക്ക് അവിടെ ഒരു കണക്ഷൻ കിട്ടുന്നുണ്ട്. എപ്പോഴും ലിങ്ക്ഡിനിലുള്ള ഒരു കാര്യം, ലിങ്ക്ഡിൻ എപ്പോഴും നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വീക്കിലി അറൗണ്ട് 100 കണക്ഷൻസ് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾ ഏത് ഭാഗത്താണോ ജോബ് സെർച്ച് നടത്തുന്നതെങ്കിൽ ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യാം, കമ്പനീസിൻ്റെ ഒന്നുകിൽ മാനേജർമാരെ അല്ലെങ്കിൽ HR അല്ലെങ്കിൽ CEO എന്നുള്ള തസ്തികയിൽ ഇരിക്കുന്നവരെ ആ ഒരു ടേം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെർച്ച് ബാറിലിടാം. അത് സെർച്ച് ബാർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലൊക്കേഷന് സെഗ്രിഗേഷൻ അല്ലെങ്കിൽ സോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു ലൊക്കേഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഭാഗത്ത് അല്ലെങ്കിൽ നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യുന്ന ഭാഗത്ത് ഉള്ള തരം കമ്പനികൾ, നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന തരം ഫീൽഡിലുള്ള കമ്പനികൾ, ആ ഫീൽഡ് കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതുമായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് നിരന്തരം കണക്ഷൻ റിക്വസ്റ്റ് അയച്ചുകൊണ്ടിരിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇവരെ ഉപകാരപ്പെടും, ഇവരെ ആവശ്യം വരും. ആ സമയത്ത് നിങ്ങളൊരു കമ്പനിയിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് ഡയറക്റ്റ് എല്ലാവരും അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും.
ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷന്. പക്ഷേ നിങ്ങളിങ്ങനെ സ്ഥിരം വീക്കിലി ഒരു 100 എന്നുള്ള ടാർഗറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യുക, അതായത് ഓക്കെ ആണോ എന്നുള്ളത് നോക്കിയിട്ട്, ഈ ജോബ് ഫേക്ക് അല്ലാത്ത ആളാണോ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു കണക്ഷൻ റിക്വസ്റ്റ് അയച്ചിടുക. ആളത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ കിടന്നോളും, പ്രശ്നമല്ല. അറൗണ്ട് 30,000 പ്ലസ് ഫ്രണ്ട്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ കണക്ഷൻസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ഇത്രയും ആളുകൾ നിങ്ങൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ, ഒന്നുകിൽ ഈ പറയുന്ന എന്തെങ്കിലും നിങ്ങൾ കണക്ഷൻ റിക്വസ്റ്റ് അയച്ചിട്ടിരിക്കുന്ന ഒരാൾ ഒന്നുകിൽ ആൾ മുമ്പ് അവിടെ വർക്ക് ചെയ്തിരുന്നതായിരിക്കും, അല്ലെങ്കിൽ ആളിപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ആളുടെ ഏതെങ്കിലും ഫസ്റ്റ് ഡിഗ്രി അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി ഏതെങ്കിലും ഒരു മാച്ചിങ് കണക്ഷൻസ് നിങ്ങളുമായിട്ട് ടൈപ്പ് ഉള്ളതായിരിക്കും. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് ഇയാളുടെ ഡീറ്റെയിൽസ് ഒന്ന് തരുമോ എന്നുള്ള രൂപത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ഇയാളുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതിന് ഏറ്റവും വേണ്ടത് എന്ന് പറയുന്നത് ലിങ്ക്ഡിനെ, അതുപോലെ ഇൻഡീഡ് പോലുള്ള മറ്റു വെബ്സൈറ്റുകൾ, അതുപോലെ തന്നെ പല വെബ്സൈറ്റുകളുണ്ട്, ഗൾഫ് ടാലൻറ്റ്, ബെയ്റ്റ് പോലുള്ള ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. അതിലൊക്കെ ഈ കമ്പനിയുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, HR-ൻ്റെ അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൾ വരും എന്നുള്ള കാര്യത്തിൽ ഒരു നല്ല ശതമാനം സാധ്യത കൂടുതലാണ്. പിന്നെ അതിനുശേഷം സെലക്ഷൻ ആവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലാണ്. മീൻസ് നമ്മളുടെ കഴിവ് പോലെ ഇരിക്കും, അല്ലേ? നമ്മളുടെ കഴിവ്, അതുപോലെ തന്നെ അവരുടെ സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് മാച്ചിങ് ആവുകയാണെങ്കിൽ മാത്രമേ സെലക്ഷൻ ആവുള്ളൂ. പക്ഷേ ഒരു ജോബ് സെർച്ച് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഏറ്റവും വേണ്ടുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു അനുഗ്രഹമുള്ള കാര്യം എന്ന് പറയുന്നത് ആൾക്ക് കോളുകൾ വരുന്നത് എന്ന് തന്നെയാണ്. അതായത് ആൾക്ക് കോളുകൾ വന്ന് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയാണ് ആളെ ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെല്ലാം ആൾക്ക് നെഗറ്റീവ്സ് ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പതിയെ നമ്മളുടെ മറ്റൊരു ടൈം ആവുന്ന സമയത്തേക്ക് നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ജോബ് അല്ലെങ്കിൽ മറ്റൊരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് വരുന്ന സമയത്തേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഒരു ലെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ള വിഷയമാണ് പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പഠിക്കുക. അതായത് ഏതെങ്കിലും ഒന്നിൽ മാത്രം തപ്പിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രം സെർച്ച് ചെയ്തിട്ട് ഇൻഡീഡ് വർക്ക് ചെയ്യുന്നില്ല, ഇൻഡീഡിൽ വെറുതെയാണ്, ഫേക്സ് ആണ്, അല്ലെങ്കിൽ ലിങ്ക്ഡിന് കാര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാതെ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പഠിക്കുക. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൾസ് കാര്യങ്ങൾ വരും എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് വേണ്ട, കിട്ടും. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ജോബ് കിട്ടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ലക്കാണ്. നമുക്ക് ശ്രമം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. നമ്മളുടെ കഴിവുകളുടെ കാര്യങ്ങൾ അവർ അസസ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുക. പ്രൊഫൈൽ നല്ല രൂപത്തിൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കണക്ഷൻസ്, നെറ്റ്വർക്ക് മാക്സിമം ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പരമാവധി ഇത്തരം കമ്പനികൾ ടാർഗറ്റ് ചെയ്തിട്ട് ഇന്നല്ലെങ്കിൽ നാളത്തേക്ക് അത് ഉപകാരപ്പെടും എന്നുള്ള രൂപത്തിൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കാനും ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജോബ് സെർച്ച് ആവട്ടെ, നല്ലൊരു ജോബ് കാര്യങ്ങളിലോട്ട് എത്തിപ്പെടാൻ കഴിയട്ടെ. വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.